ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മുടിക്കോട് കാർ യാത്രക്കാരിൽ നിന്ന് 588 ഗ്രാം MDMA പിടികൂടി. കുന്നംകുളം സ്വദേശികളായ റവിൻസ്, അക്ഷയ്, സജു എന്നിവർ അറസ്റ്റിൽ. പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചത് ബാംഗ്ലൂരിൽ നിന്ന്. ദേശീയപാതയിലെ മണ്ണുത്തി മുല്ലക്കരയിൽ വൻ അഗ്നിബാധ. റെഫ്രിജറേറ്റർ റിപ്പയറിംഗ് സ്ഥാപനത്തിലാണ് തീപിടിച്ചത്. ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി ക്യാന്റീനിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം. ജില്ലാ കേരളോത്സവം തുടരുന്നു. തൃശൂർ കോർപ്പറേഷൻ 1ാം സ്ഥാനത്ത്, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് 2ാം സ്ഥാനത്തും, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് 3ാം സ്ഥാനത്തും തുടരുന്നു. ചീരക്കുളം വേലയോടനുബന്ധിച്ച് നടന്ന ഗാനമേളയ്ക്കിടെ പോലീസ് വാഹനത്തിന്റെ ചില്ല് തകർത്ത സംഭവത്തിൽ യുവാവ് പിടിയിൽ. ആർത്തറ്റ് സ്വദേശി അദീപിനെയാണ് കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വീണ്ടും ഫൈനലിൽ തോൽവി. കപ്പുയർത്തി സർവീസസ് ടീം. സർവീസസിന്റെ വിജയം എക്സ്ട്രാ ടൈമിലെ ഒറ്റ ഗോളിന്. വാർത്തകൾ വിശദമായി. മുടിക്കോട് കാർ യാത്രക്കാരിൽ നിന്ന് 588 ഗ്രാം MDMA പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് കുന്നംകുളം സ്വദേശികളായ ചെറുവത്തൂർ വീട്ടിൽ റവീൻസ്, അക്ഷയ്, സജു എന്നിവരെ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചത്. പ്രതികൾ സഞ്ചരിച്ച കാർ കസ്റ്റഡിയിലെടുത്തു. നിരവധി തവണ ഇവർ മയക്കുമരുന്ന് കടത്തിയിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് പിടിയിലാകുന്നത്. മണ്ണുത്തി ദേശീയപാത മുല്ലക്കരയിൽ വൻ അഗ്നിബാധ. മുല്ലക്കരയിൽ പ്രവർത്തിക്കുന്ന AC റെഫ്രിജറേറ്റർ റിപ്പയറിംഗ് സ്ഥാപനത്തിലാണ് അഗ്നിബാധയുണ്ടായത്. മണ്ണുത്തി സ്വദേശി പോൾസന്റെ ഉടമസ്ഥയിലുള്ളതാണ് സ്ഥാപനം. കനത്ത പുകയും സ്ഥാപനത്തിലുണ്ടായിരുന്ന സാധനങ്ങൾ പൊട്ടിത്തെറിച്ചതും പ്രദേശത്ത് പരിഭ്രാന്തി പരത്തി. 3 യൂണിറ്റ് ഫയർഫോഴ്സ് 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. കനത്ത പുക ഉയർന്നതുമൂലം ദേശീയപാതയിൽ വാഹന ഗതാഗതം അരമണിക്കൂറോളം തടസ്സപ്പെട്ടു. കഴിഞ്ഞ ദിവസം തീപിടിച്ച ആക്രിക്കടയുടെ 20 മീറ്റർ അകലെയാണ് ഈ സ്ഥാപനം. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ക്യാന്റീനിൽ തീപിടുത്തം. അടച്ചിട്ടിരുന്ന ക്യാന്റീനിന്റെ മുകൾ ഭാഗത്ത് തീ പടരുന്നത് കണ്ട് നാട്ടുകാർ ഫയർഫോഴ്സിൽ വിവരമറിയിച്ചു. ഏകദേശം 8 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഗ്യാസ് സിലിണ്ടറിലേക്ക് തീ പടരാതിരുന്നതിനാൽ വലിയ അപകടമൊഴിവായി. ഇരിങ്ങാലക്കുട, ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. 1.5 വർഷം മുൻപാണ് ക്യാന്റീൻ നവീകരണം നടത്തി പ്രവർത്തനം ആരംഭിച്ചത്. തീപിടുത്തമുണ്ടായ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി ക്യാന്റീനിൽ മന്ത്രി R. ബിന്ദു സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഭാഗികമായി കത്തിനശിച്ച ക്യാന്റീൻ പൂർവ്വസ്ഥിതിയിലാക്കാൻ ആഴ്ചകൾ വേണമെന്നിരിക്കെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ബുദ്ധിമുട്ടില്ലാതെ ഭക്ഷണ വിതരണം നടത്താൻ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗത്തിനു സമീപം താൽക്കാലിക ക്യാന്റീൻ ഒരുക്കുമെന്ന് മന്ത്രി അറിയിച്ചു. അപ്രതീക്ഷിതമായിട്ട് അഗ്നിബാധയ്ക്ക് ഇരയായി. അതിൻ്റെ മുകൾ തട്ടിലാണ് അഗ്നിബാധ ഉണ്ടായത്. താഴെ ഭാഗത്ത് വലിയ പരിക്കുകൾ ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും ഇത് നന്നാക്കി എടുക്കുന്നതിന് ഇനി കുറച്ച് 2-3 ആഴ്ച പിടിക്കും. എന്തായാലും ഒരു താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ മറ്റൊരിടത്ത്
ക്യാൻറ്റീൻ താൽക്കാലികമായിട്ട് പ്രവർത്തിക്കും. കാരണം ഇവിടെ രോഗികളായിട്ട് വരുന്നവർക്ക്, ഇവിടെ ഇൻപേഷ്യൻ്റ് ആയിട്ട് വരുന്നവർക്കും കൂട്ടിരിപ്പുകാർക്കും ഒക്കെ ഭക്ഷണം കഴിക്കേണ്ട അത്യാവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു ബദൽ സംവിധാനം ലഭ്യമായ ഇടത്ത് ഒരുക്കാനായിട്ട് ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. അതുണ്ടാവും. വളരെ നിർഭാഗ്യകരമായിപ്പോയി. ജില്ലാ പഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സംയുക്തമായി സംഘടിപ്പിച്ച തൃശൂർ ജില്ലാ കേരളോത്സവം തുടരുന്നു. 244 പോയിന്റോടെ തൃശൂർ കോർപ്പറേഷനാണ് ഒന്നാം സ്ഥാനത്ത്. 221 പോയിന്റുമായി പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടാം സ്ഥാനത്തും 159 പോയിന്റുമായി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മൂന്നാം സ്ഥാനത്തും തുടരുന്നു. തൃശൂർ ടൗൺ ഹാളിലും രാമവർമ്മപുരം വിജ്ഞാൻ സാഗറിലെ 2 വേദികളിലുമായാണ് കലാമത്സരങ്ങൾ നടക്കുന്നത്. ടൗൺ ഹാളിലെ പി ജയചന്ദ്രൻ വേദിയിൽ മോഹിനിയാട്ടം, കേരള നടനം, നാടോടി നൃത്തം, സംഘനൃത്തം എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ അരങ്ങേറിയത്. രാമവർമ്മപുരം വിജ്ഞാൻ സാഗറിലെ ശ്രീനിവാസൻ വേദിയിൽ നാടോടിപ്പാട്ട്, വള്ളംകളിപ്പാട്ട് എന്നിവയും, സക്കീർ ഹുസൈൻ വേദിയിൽ കർണാട്ടിക് സംഗീതം, സംഘഗാനം, ദേശഭക്തി ഗാനം, ലളിതഗാനം എന്നിവയുമാണ് നടന്നത്. ജില്ലയിലെ 16 ബ്ലോക്ക് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, തൃശൂർ കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ സംഘടിപ്പിച്ച കേരളോത്സവങ്ങളിൽ ഒന്നാം സമ്മാനം നേടിയവരാണ് ജില്ലാ കേരളോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. മത്സരാർത്ഥികളും കാണികളും ഇത്തവണ കുറവാണ്. ഓരോ ഇനത്തിനും പങ്കെടുക്കേണ്ട മത്സരാർത്ഥികളിൽ ഏറെ പേരും പങ്കെടുക്കാൻ എത്തിയില്ല. കാലിക്കറ്റ് സർവകലാശാല ഡിസോൺ മത്സരങ്ങൾ നടക്കുന്നതിനാലാണ് മത്സരാർത്ഥികളുടെ എണ്ണത്തിൽ കുറവുണ്ടായതെന്നാണ് സൂചന. ഒന്നാം സമ്മാനം നേടുന്ന മത്സരാർത്ഥികൾക്ക് 750 രൂപ, രണ്ടാം സമ്മാനം നേടുന്നവർക്ക് 500 രൂപ, മൂന്നാം സമ്മാനം നേടുന്നവർക്ക് 300 രൂപ എന്നിങ്ങനെ ക്യാഷ് പ്രൈസും ട്രോഫിയും സർട്ടിഫിക്കറ്റുമാണ് ജേതാക്കൾക്ക് നൽകുന്നത്. കേരളോത്സവം തിങ്കളാഴ്ച സമാപിക്കും. TCV തൃശൂർ. ചീരക്കുളം വേലയോടനുബന്ധിച്ച് നടന്ന ഗാനമേളയ്ക്കിടെ പോലീസ് വാഹനത്തിന്റെ ചില്ല് തകർത്ത സംഭവത്തിൽ യുവാവ് പിടിയിലായി. ആർത്താറ്റ് സ്വദേശി ഒല്ലേക്കാട്ട് വീട്ടിൽ അദീബിനെയാണ് കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പൊതുമുതൽ നശിപ്പിച്ചതിനും ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വീണ്ടും ഫൈനലിൽ തോൽവി. കേരളത്തെ തോൽപ്പിച്ച് സർവീസസ് കപ്പുയർത്തി. എക്സ്ട്രാ ടൈമിലെ ഒറ്റ ഗോളിനാണ് സർവീസസിന്റെ വിജയം. അഭിഷേക് പവാറാണ് ഗോൾ നേടിയത്. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോൾ രഹിത സമനിലയിലായിരുന്നു. സർവീസസിന്റെ 8ാം കിരീട നേട്ടമാണിത്. കേരളം 9ാം തവണയാണ് ഫൈനലിൽ തോൽക്കുന്നത്. കഴിഞ്ഞ തവണയും കേരളം ഫൈനലിൽ പരാജയപ്പെട്ടിരുന്നു. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിനഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സിറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സിറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനും വിവാഹത്തിനും വൻ ഭക്തജന തിരക്ക്. മകരമാസത്തിലെ അവസാന ഞായറാഴ്ചയായതിനാലാണ് വിവാഹ തിരക്ക് വർദ്ധിക്കാൻ കാരണം. തിരക്ക് കണക്കിലെടുത്ത് പ്രത്യേക ക്രമീകരണങ്ങളാണ് ദേവസ്വം ഒരുക്കിയിരുന്നത്. പുലർച്ചെ 4 മണി മുതൽ കല്യാണങ്ങൾ ആരംഭിച്ചു. താലികെട്ടിനായി 5 മണ്ഡപങ്ങൾ സജ്ജമാക്കി. കിഴക്കേ നടയിൽ ഒരു ദിശയിലേക്ക് മാത്രം ഭക്തരെ കടത്തിവിട്ട് തിരക്ക് നിയന്ത്രിച്ചു. ഒരേ സമയം 250 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയത്. ക്ഷേത്രത്തിനകത്തും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ക്ഷേത്രത്തിൽ പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം എന്നിവ അനുവദിച്ചില്ല.
തിരക്ക് കണക്കിലെടുത്ത് ഇന്നർ ഔട്ടർ റിംഗ് റോഡിൽ വൺ വേ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. ബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. കനത്ത സുരക്ഷാ അകമ്പടിയിലാണ് ക്ഷേത്രത്തിലെത്തിയത്. 1 മണിക്കൂറോളം ക്ഷേത്രത്തിൽ ചിലവഴിച്ച ശേഷം അദ്ദേഹം മടങ്ങി. കളമശ്ശേരിയിൽ ബൈക്ക് അപകടത്തിൽ വരന്തരപ്പള്ളി ആറ്റപ്പള്ളി സ്വദേശിയായ യുവാവ് മരിച്ചു. ആറ്റപ്പള്ളി കീഴ്മല വീട്ടിൽ മണികണ്ഠന്റെ മകൻ 24 വയസ്സുള്ള അതുലാണ് മരിച്ചത്. സുഹൃത്തിനോടൊപ്പം ബൈക്കിൽ പോകുന്നതിനിടയിലായിരുന്നു അപകടം. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അതുലിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബൈക്ക് ഓടിച്ചിരുന്ന സുഹൃത്തിനും പരിക്കേറ്റു. യുവകലാസാഹിതി ജില്ലാ പ്രവർത്തക കൺവെൻഷൻ തൃശൂർ ജോയിന്റ് കൌൺസിൽ ഹാളിൽ സംഘടിപ്പിച്ചു. യുവകലാസാഹിതി രക്ഷാധികാരി EM സതീശൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജവഹർലാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി PV പൌലോസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സ്വാമി വിശ്വഭദ്രാനന്ദ, ജില്ലാ സെക്രട്ടറി സോമൻ താമരക്കുളം, ട്രഷറർ ഡോക്ടർ CK രത്നകുമാരി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ER ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. കഥാകാരി EP സുഷമയുടെ 30ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സാഹിത്യ അക്കാദമിയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. അതിസൂക്ഷ്മമായ സാമൂഹ്യ നിരീക്ഷണമാണ് EP സുഷമയുടെ കഥകളിൽ നിറഞ്ഞു നിൽക്കുന്നതെന്ന് സച്ചിദാനന്ദൻ പറഞ്ഞു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MP സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരായ പ്രൊഫസർ P സരസ്വതി, KV സുമംഗല, ശ്രീലത എന്നിവർ സംസാരിച്ചു. പുല്ലൂറ്റ് AK അയ്യപ്പൻ CV സുകുമാരൻ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സീലിയ അഗസ്റ്റിന്റെ 3ാം ചരമവാർഷിക ദിനാചരണവും വായനശാല അംഗങ്ങളായ ജനപ്രതിനിധികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി M രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി SN ജയൻ അധ്യക്ഷത വഹിച്ചു. CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ്, PN ദേവി പ്രസാദ്, R പത്മിനി തുടങ്ങിയവർ സംസാരിച്ചു. KSTA കൊടുങ്ങല്ലൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CM കിഡ്സ് സ്കോളർഷിപ്പ് മാതൃകാ പരീക്ഷ സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ഹാഷിഖ് ഉദ്ഘാടനം ചെയ്തു. KSTA ഉപജില്ലാ വൈസ് പ്രസിഡന്റ് പൌർണമി വിനോദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PC സിംല, ഉപജില്ലാ സെക്രട്ടറി M അഖിലേഷ് എന്നിവർ സംസാരിച്ചു. കനകമല കലയടം ശ്രീ മഹാദേവ വിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറി. ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി വിഷ്ണു വിജയ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് മോഹനൻ കൊണ്ടോളി, സെക്രട്ടറി നാരായണൻ തയ്യിൽ, വൈസ് പ്രസിഡന്റ് ജയൻ പണ്ടാരപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 15-നാണ് ശിവരാത്രി മഹോത്സവം. കേരള പ്രവാസി സംഘം ജില്ലാ പ്രവർത്തക കൺവെൻഷൻ തൃശൂരിൽ നടന്നു. പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ P ലില്ലീസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സംഘം ജില്ലാ പ്രസിഡന്റ് TS ശ്രീരാജ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK കൃഷ്ണദാസ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുലേഖ ജമാലു, ശാലിനി രാമകൃഷ്ണൻ, NB മോഹനൻ, ജില്ലാ സെക്രട്ടറി MK ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു.
ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ഫിഷറീസ് വകുപ്പും വടക്കാഞ്ചേരി നഗരസഭയും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതി 40ാം ഡിവിഷനിൽ ആരംഭിച്ചു. ഡിവിഷൻ കൌൺസിലർ പി തുളസി ഉദ്ഘാടനം ചെയ്തു. MV വിജീഷ്, MK ചന്ദ്രൻ, K ചന്ദ്രദാസ്, അഡ്വക്കേറ്റ് ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീനഗർ അഷ്ടപതി തിയേറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ പൂന്തോട്ടം നവീകരിക്കുന്ന പ്രവൃത്തിക്ക് തുടക്കമായി. പൂന്തോട്ടവും പരിസരവും വൃത്തിയാക്കുന്ന സന്നദ്ധ പ്രവർത്തനം 2 ഞായറാഴ്ചകളിലായി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് അഷ്ടപതി തിയേറ്റേഴ്സ് പ്രസിഡന്റ് MK സഹീർ പറഞ്ഞു. ഗാർഡൻ അതിമനോഹരമാക്കുന്ന പ്രവൃത്തി ഏറ്റെടുക്കാമെന്നും ഈ കാണുന്ന ഗാർഡനിലെ എല്ലാ വേസ്റ്റുകളും മാറ്റി നല്ല രീതിയിൽ ചെടിച്ചട്ടികളും മറ്റ് കളി ഉപകരണങ്ങളൊക്കെ ഭംഗിയായി പെയിൻറ് ചെയ്തുകൊണ്ട് ഇത് അതിമനോഹരമാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 7 മണി മുതൽ അഷ്ടപതിയുടെ പ്രവർത്തകർ ഈ പ്രവൃത്തി ഏറ്റെടുത്തുകൊണ്ട് നടത്തുകയാണ്. ഈ പ്രവൃത്തി മറ്റുള്ള സംഘടനകൾ ഏറ്റെടുത്ത് ഓരോ പ്രവൃത്തികളും ഏറ്റെടുത്താൽ നമ്മുടെ താലൂക്ക് ആശുപത്രി മനോഹരമാക്കാൻ കഴിയും. ആ പ്രവൃത്തി എല്ലാ സന്നദ്ധ സംഘടനകളും ഏറ്റെടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM രതീഷ്, സെക്രട്ടറി PM മനേഷ്, വൈസ് പ്രസിഡന്റ് KS സുനിൽ, ജോയിന്റ് സെക്രട്ടറി സജീവ് തുടങ്ങിയവർ ശ്രമദാനത്തിന് നേതൃത്വം നൽകി. ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിൽ വേലപ്പൂരം ആഘോഷിച്ചു. 14 ദേശകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെയ്യം, തിറ, പൂതൻ, കരിങ്കാളി തുടങ്ങിയ നാടൻ കലാരൂപങ്ങൾ ക്ഷേത്ര മൈതാനയിൽ നിറഞ്ഞാടി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 50 ഗജവീരന്മാർ അണിനിരന്നു. വെള്ളിത്തുരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിലാണ് പാണ്ടിമേളം അകമ്പടിയായത്. മതിലകം കൂളിമൂട്ടം ജനശക്തി ഗ്രന്ഥശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ET ടൈസൺ MLA നിർവഹിച്ചു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ആൽഫ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA ബിനേഷ്, എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ഇളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 3ാം വാർഡിൽ താമസിക്കുന്ന വൃദ്ധ ദമ്പതികൾ ദുരിതത്തിൽ. അരിക്കര വീട്ടിൽ കൊച്ചുകുട്ടൻ മകൻ പ്രേമനും ഭാര്യ രാധയുമാണ് ദുരിത ജീവിതം നയിക്കുന്നത്. ബ്രഹ്മകുളത്ത് കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിനോട് ചേർന്നുള്ള പുറമ്പോക്ക് ഭൂമിയിൽ നിർമ്മിച്ച ചുമരില്ലാത്ത ഓല കൊണ്ടും ടാർപ്പായ കൊണ്ടും മറച്ച കൂരയിലാണ് ഈ വൃദ്ധ ദമ്പതികൾ താമസിക്കുന്നത്. ഗുരുവായൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്ന പ്രേമനും ഹോട്ടലിൽ പാത്രം കഴുകൽ ജോലി ചെയ്യുന്ന രാധയ്ക്കും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് വേണം ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. രോഗികളായ ഇവരുടെ ചികിത്സയ്ക്ക് തന്നെ ഓരോ മാസവും വലിയൊരു തുക കണ്ടെത്തേണ്ടതുണ്ട്. ഉദാരമതികളായ നാട്ടുകാരുടെ കാരുണ്യം കൊണ്ടാണ് മരുന്നുകൾ പോലും വാങ്ങാൻ കഴിയുന്നത്. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ വീടിനും ശുചിമുറിക്കും പലതവണ അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല.
വയോധികരായ ഇവർക്ക് വീടിനോട് ചേർന്ന് പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാൻ പോലും ആവശ്യമായ സൗകര്യങ്ങളില്ല. വീടിനോട് ചേർന്നുള്ള തോട്ടിൽ നിന്നുള്ള ഇഴജന്തുക്കളുടെ ശല്യം മൂലം രാത്രി സമാധാനമായി ഉറങ്ങാൻ പോലും കഴിയുന്നില്ലെന്ന് ഇവർ പറയുന്നു. പഞ്ചായത്തിലേക്ക് ഞങ്ങൾ കൊടുത്തിട്ടേ ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഉപകാരം എന്ന് പറയുന്ന സാധനം ഉണ്ടായില്ല. അവര് വരും, എന്തിനു വരും, വോട്ടിന് വരും. അവര് ഞങ്ങൾക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ഞങ്ങൾ വോട്ട് ചെയ്യും. ഞങ്ങൾക്കൊരു 10 ഉറുപ്പിക കാശ്, ഒരു കക്കൂസ വരെ പണിയുള്ള കാശ് ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഈ എളവള്ളി പഞ്ചായത്തിലുണ്ട് അങ്ങനെ ഒരു ചട്ടപ്പര. അവരേതായ ആൾക്കാർക്ക് അവർ കൊടുക്കുക. എനിക്ക് ഒരു 10-15,000 ഉറുപ്പിക വേണം ഒരു മാസത്തിൽ ഗുളിക മേടിക്കാൻ. ഞങ്ങൾക്ക് ആരുമില്ല. എന്ത് ചെയ്യും ഞങ്ങള്? എന്താ ഞാൻ ചെയ്യേ? സുരക്ഷിതമായി ജീവിക്കാനുള്ള ഒരു വീട് ലഭ്യമാക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്നാണ് ഈ വൃദ്ധ ദമ്പതികളുടെ ആവശ്യം. TCV പാവർട്ടി. DCC ജനറൽ സെക്രട്ടറി CA ഗോപപ്രതാപന് മണത്തല മേഖലാ കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകി. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തേർലി അശോകൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് മണ്ഡലം ട്രഷറർ ഇസഹാഖ് മണത്തല അധ്യക്ഷനായിരുന്നു. പാവറട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയും ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി സെല്ലുലോയിഡ് എക്സ്പോ സംഘടിപ്പിച്ചു. ജനകീയ ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായാണ് പ്രദർശനം ഒരുക്കിയത്. ഫെസ്റ്റിവൽ ഡയറക്ടർ റാഫി നീലങ്കാവിൽ, ദേവസൂര്യ പ്രസിഡന്റ് റെജി വിളക്കാട്ടുപാടം, എക്സ്പോ കൺവീനർ ജെയ്സൺ അറയ്ക്കൽ, KC അഭിലാഷ് എന്നിവർ നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മുല്ലശ്ശേരി ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ജലജ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് TA ഫ്രാൻസിസ് അധ്യക്ഷനായിരുന്നു. ജൂലി വിൻസൻ, AS മണി, PV ദശരഥൻ, റിറ്റി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സംഘടനാ അംഗങ്ങളെ ആദരിച്ചു. അത് രണ്ടെണ്ണം കൊടുക്കുന്നത് പാവട്ടിക്കാര് യൂണിറ്റിൽ ആദരിച്ചിട്ടുണ്ടാകും. ശ്രീജ ഷാജി വെമ്മനാട് യൂണിറ്റ്. അശ്വിനി നഴ്സിംഗ് കോളേജിലെ 17ാം ബാച്ച് BSc നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ബിരുദദാന ദീപോജ്വലന ചടങ്ങ് നടന്നു. ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ KK സുഗതൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സർവകലാശാല സ്റ്റുഡന്റ് അഫയേഴ്സ് വിഭാഗം ഡീൻ ഡോക്ടർ R ആശിഷ് ബിരുദദാന ചടങ്ങ് നിർവഹിച്ചു. അശ്വിനി കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ ലഫ്റ്റനന്റ് കേണൽ KO റോസി, നഴ്സിംഗ് സൂപ്രണ്ട് LD ഉഷാറാണി, ഡയറക്ടർ AC പ്രേമാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,355 രൂപ, പവന് 1,14,840 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മുടിക്കോട് കാർ യാത്രക്കാരിൽ നിന്ന് 588 ഗ്രാം MDMA പിടികൂടി. കുന്നംകുളം സ്വദേശികളായ റെവിൻസ്, അക്ഷയ്, സജു എന്നിവർ അറസ്റ്റിൽ. പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചത് ബാംഗ്ലൂരിൽ നിന്ന്. ദേശീയപാതയിലെ മണ്ണുത്തി മുല്ലക്കരയിൽ വൻ അഗ്നിബാധ. റെഫ്രിജറേറ്റർ റിപ്പയറിംഗ് സ്ഥാപനത്തിലാണ് തീപിടിച്ചത്. ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി ക്യാന്റീനിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം. ജില്ലാ കേരളോത്സവം തുടരുന്നു. തൃശൂർ കോർപ്പറേഷൻ 1ാം സ്ഥാനത്ത്, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് 2ാം സ്ഥാനത്തും, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് 3ാം സ്ഥാനത്തും തുടരുന്നു. ചീരക്കുളം വേലയോടനുബന്ധിച്ച് നടന്ന ഗാനമേളയ്ക്കിടെ പോലീസ് വാഹനത്തിന്റെ ചില്ല് തകർത്ത സംഭവത്തിൽ യുവാവ് പിടിയിൽ. ആർത്താറ്റ് സ്വദേശി അദീബിനെയാണ് കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വീണ്ടും ഫൈനലിൽ തോൽവി. കപ്പുയർത്തി സർവീസസ് ടീം. സർവീസസിന്റെ വിജയം എക്സ്ട്രാ ടൈമിലെ ഒറ്റ ഗോളിന്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.